ഗൈസ്, രണ്ടാമത്തെ ദിവസത്തിലോട്ട് കടന്നേക്കാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ്. നമ്മൾ മൂന്നാർ എത്തി ഇന്നലെ രാത്രി. ഇനിയിപ്പം രണ്ടാമത്തെ ദിവസം നമ്മൾ മറയൂര്, കാന്തല്ലൂര്, വട്ടവട ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചേക്കുന്നത്. അപ്പം എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറാണ്. യെസ്. എന്തായാലും ഇന്നലത്തെ ഹാങ് ഓവറിൽ എല്ലാവരും നല്ല പോലെ ഉറങ്ങി. അത്രത്തോളം ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ കിടന്ന് ഉറങ്ങിയത് കേട്ടോ. എന്തായാലും രാവിലെ ഒരു 7:30 കഴിഞ്ഞു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി കേട്ടോ. പക്ഷെ അവിടെ കയറിയപ്പോഴാണ് എന്നാൽ പിന്നെ ഫുഡും കൂടെ കഴിച്ചിട്ടങ്ങ് പോവാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് നല്ല ക്ലീനും നീറ്റും ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. ഒരു ചെറിയ കടയാണ്, നല്ല വൃത്തിയുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ തോന്നുന്ന ഒരു കടയായിരുന്നു കേട്ടോ ഇത്. എന്താ അതൊന്ന് പറഞ്ഞേ ശരണേ, എന്താ പറ്റിയ? എന്താ പറ്റി ശരണയുടെ കൈ കാണിച്ചേ? പോയോ? ഗൈസ്, കയ്യില് പെയിന്റ് പറ്റി ഗൈസ്. രാവിലെ ഐശ്വര്യമായിട്ട് അവൾക്ക് കയ്യിലേ പറ്റുള്ളൂ, ഇവക്ക് വേറെ അടുത്ത് പറ്റി. എവിടാ കരിഷ്മ പെയിന്റ് പറ്റിയേ? ഒന്നല്ല 2 എണ്ണം കിട്ടി. എന്നിട്ട് അവിടെ ആണല്ലോ വെച്ചേക്കുന്നത്. ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലൊക്കെ പെയിന്റ് അടിച്ചേക്കായിരുന്നു കേട്ടോ. തലേ ദിവസം അടിച്ചതാന്ന് തോന്നുന്നു, ഉണങ്ങിയിട്ടില്ലായിരുന്നു നേരെ ചുവനെ. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമ്മുടെ ദേഹത്ത് പറ്റിയായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതിനു വേണ്ടി ഇഡ്ഡലി, സാമ്പാർ, വട, ചായ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഒരു തമിഴ്നാട് ടേസ്റ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മറയൂര് കഴിഞ്ഞ് കാന്തല്ലൂര് കയറി കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് മുനിയറ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 25 രൂപയേ ഉള്ളൂ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ. ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് മലനിരകളും അതിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. മൂന്നാറിന് ഇപ്പം മറയൂര് കഴിഞ്ഞിട്ട് മുനിയറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന കേട്ടോ. അടിപൊളി സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഒരു 20 രൂപ എന്തോ എൻട്രി ഫീ ഉള്ളു. പക്ഷെ അത്യാവശ്യം കാണാനുള്ള സ്പോട്ടുകളുണ്ട് കേട്ടോ ഇതിനകത്തോട്ട്. ഇതാണ് കേട്ടോ സംഭവം. കണ്ടോ, വലിയൊരു പാറ. ഇത് എങ്ങനെയാണെങ്കിലും ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചതെന്ന് അറിയത്തില്ല. വീട് കണക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട. അകത്തൊരു കുഴി പോലെ, അകത്ത് തപസ് ചെയ്യാനൊക്കെ ഒരു സ്ഥലം, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അവർക്ക് താമസിക്കാനൊക്കെ ഒരു സ്ഥലം പോലെ. പുറത്ത് ഇത്രയും വലിയ കല്ല്, പിന്നെ 2, 3, 4 സൈഡിലും കല്ല് വെച്ചിട്ട് ഇങ്ങനെ മറച്ചേക്കുന്നത്. പീസ് കല്ലുകളാണ് കണ്ടോ. ഈ കല്ലൊക്കെ പീസ് കല്ലുകളാണെങ്കിൽ എടുത്ത് വെച്ചേക്കുന്നത്. 4 കല്ലുകൾ കുഴിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഇത്രയും വലിയൊരു കല്ല്. എന്ത് സ്ട്രോങ് ആണല്ലോ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ. അപ്പൊ ഇങ്ങനെ കുറെ ഇതേ കണക്കുള്ള കുറെ ഇത് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ആദ്യമായിട്ടല്ല കേട്ടോ ഇവിടെ വരുന്നത്. ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്, വേറെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മുന്നേ വന്നിട്ടുണ്ട്. അപ്പം അന്ന് കുറെ കൂടെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പൊ ഇവര് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മരത്തിനൊക്കെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നട്ടോ. അതായത് ഇതില് തമിഴ്നാടിന്റെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ സീരിയൽ നമ്പർ കണക്കൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മരത്തിന് സീരിയൽ നമ്പറൊക്കെ ഉണ്ടോ. ഗൈസ്, ഇതൊക്കെ കറിവേപ്പില മരം കേട്ടോ. അത് ഞങ്ങള് വിചാരിച്ചത് വേറെന്തോ ചെടിയാന്ന്. പിന്നെ മണം നോക്കിയപ്പോഴാണ് മനസ്സിലായത് വേറെ ടൈപ്പ് ഓഫ് കറിവേപ്പില ഇത്. എനിക്ക് മണമൊന്നുമില്ലല്ലോ. മണമുണ്ട്. ഇത് കറിവേപ്പിലയാണോ? ഇനി ഭയങ്കര കറിവേപ്പില ഒറിജിനൽ കാണിച്ചു. എന്ത് തോന്നുന്നു, കറിയും വേപ്പും വേറെ ടൈപ്പാന്ന് തോന്നുന്നു. അതിന്റെ വേറെ അപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടായിട്ട് ഇരച്ചിൽപ്പാറയിലോട്ടാണ് കേട്ടോ പോയത്. ഗൈസ്, ശരിക്കും ഈ വാട്ടർഫോൾ അടിപൊളിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ഈ വട്ടം ഞങ്ങൾ പോയപ്പോൾ ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വട്ടം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പോയി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും അതുപോലെ ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാനും അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ലാതെ ഇതിനൊരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്. ഇവിടെ എൻട്രി ഫീയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ കുളിക്കാനായിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്തായാലും മൂന്നാർ വന്നിട്ട് അവിടുന്ന് മറയൂര്, കാന്തല്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വാട്ടർഫോൾ ആണ് കേട്ടോ ഇത്.
നമ്മൾ അങ്ങോട്ട് പോയ ടൈമിൽ മറയൂർ ശർക്കര ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല, തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടെ കയറിയായിരുന്നേ. അങ്ങനെ ആ റൂട്ട് പിടിച്ചു പോയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു ഉള്ളിലോട്ട്. അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റി, അതായത് മാന്, മയിൽ, അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അടുത്ത് നമ്മൾ കവർ ചെയ്തത് ലക്കം വാട്ടർഫോൾ ആണേ. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയ ടൈമിൽ തുറന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വരുന്ന ടൈമിൽ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ കയറി കേട്ടോ. ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വാട്ടർഫോൾ തന്നെയാണ് കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ. പരസ്പരം അടുത്ത് നിൽക്കുന്നവർക്ക് പോലും സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും ഫോഴ്സിൽ വെള്ളം വരുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു കേട്ടോ മൂന്നാർ ടൗണിലോട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഉച്ചയായി. നമ്മളിനിയിപ്പം പോകുന്ന വഴിക്ക് ചെറിയൊരു സ്പോട്ടുണ്ട്, ഒരു തേയിലത്തോട്ടത്തിനിടയ്ക്കൊക്കെ ആയിട്ട്. നമ്മളെപ്പം മൂന്നാർ വന്നാലും കയറുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിന്നിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണാനും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അത്. എത്ര പേർക്ക് ഈ സ്ഥലം അറിയാമെന്ന് അറിയത്തില്ല. എന്താ വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. തേയിലേക്ക് നുള്ളുന്ന ആൾക്കാർ അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പാലം, അതുപോലെ തേയില നുള്ളുന്ന ഭാഗങ്ങൾ. അപ്പം എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വണ്ടിയിൽ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയില്ല ഇതുവരെ, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ അവിടെ എത്തി ഗൈസ്. ഈ സ്ഥലം എങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ മൂന്നാർ മറയൂർ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനും ഉണ്ണിയും കൂടെ പണ്ട് 2 വീലറിൽ മൂന്നാർ വന്ന ടൈമിൽ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിട്ട് കയറിയത്. ആ ടൈമിൽ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി റെസ്ട്രിക്റ്റഡ് ആണെന്ന് എഴുതി വെച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഈ ടൈമിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കണ്ട് ഒരുപാട് പേര് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിലോട്ട് കയറുന്നുണ്ടായിരുന്നു കേട്ടോ, റോഡ് സൈഡിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. മുന്നേ നമ്മളിവിടെ വന്ന ടൈമിൽ ഒട്ടും തന്നെ ആൾക്കാരും ഇല്ലായിരുന്നു. ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നു. ആ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെയാണ് അവരുടെ ഒരു ഗ്രാമം വരുന്നത്. അപ്പോൾ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തത് മൂന്നാർ ടൗണിലോട്ടാണ് പോകുന്നത്. ഒടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടോ. ഉച്ചയായി, ഒരു 2-3 മണിയൊക്കെ ആവാറായിരുന്നു. അപ്പോൾ മൂന്നാർ ടൗണിൽ പോയാലേ ഇനി ഫുഡ് കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ല ഫുഡ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം.
അങ്ങനെ നമ്മൾ മൂന്നാറുള്ള മഹാറാണി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടെ. 2 ദിവസവും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത്. ഫസ്റ്റ് ഡേ നമ്മൾ ബിരിയാണി കഴിച്ചു, സെക്കൻഡ് ഡേ മീൽസാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാം. അത്രയ്ക്കും അടിപൊളി ഫുഡായിരുന്നേ. ഞങ്ങളെല്ലാവരും, അതായത് കരീഷ്മയും ഉണ്ണിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അവർ രണ്ടുപേരും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആട്ടോ കഴിച്ചത്. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് തേയിലയും കാപ്പിയും അതുപോലെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നമ്മൾ വീട്ടിലോട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് സെറ്റാക്കിയിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോയത്. അങ്ങനെ അടുത്ത് നമ്മൾ റൂമിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് വൈകിട്ടായതുകൊണ്ട്. പക്ഷെ കുറച്ച് ടൈമും കൂടെ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് മാങ്കുളമാണ് കേട്ടോ പോയത്. ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയ ആണ്. ഉള്ളിലോട്ട് നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. മൂന്നാർ വരുവാണെങ്കിൽ ആ ഒരു സ്പോട്ടും കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആനകളെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. മഴ പെയ്ത് കിടക്കുമായിരുന്നു. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയ ടൈമിലൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ നമുക്ക് മാങ്കുളം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മളൊരു പകുതിയോളം പോയിട്ട് തിരിച്ചു വരാണ് കേട്ടോ ചെയ്തത്. എന്താ വെച്ചാൽ വൈകിട്ട് റൂം ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ടൈമിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു 8 മണിക്കുള്ളിലെങ്കിലും റൂമിലെത്താൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിലെത്തി പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിച്ചു. നാളത്തെയും കൂടെ വ്ലോഗ് ഒരുമിച്ചിടാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഓക്കെ, ബായ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ 3-ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ എത്തി കേട്ടോ. 3-ാമത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് വട്ടവട കവർ ചെയ്യാനാണ്. നമ്മൾ തലേ ദിവസം, അതായത് 2-ാമത്തെ ദിവസം വട്ടവട പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ടൈം തികയാത്തത് കൊണ്ട് അവിടെ പോയാൽ നമുക്ക് റൂമിലെത്താൻ ലേറ്റ് ആവും എന്നത് കൊണ്ടും നമ്മൾ 3-ാമത്തെ ദിവസത്തേക്ക് സഡൻലി മാറ്റി വെച്ചേട്ടോ വട്ടവട. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയും കോടയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ലേക്കിൻ്റെ അടുത്ത് നിർത്തിയായിരുന്നു കേട്ടോ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കൊടൈക്കനാലിലൊരു ലേക്കില്ലേ, ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്ന് ചില്ല് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വട്ടവടയിലോട്ട് തന്നെ തിരിച്ചായിരുന്നു കേട്ടോ.
ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, വട്ടവടയിലോട്ട് പോകുന്ന വഴിക്കാണ്. പക്ഷെ നമുക്ക് ഇതിലകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. പക്ഷെ അവിടെ എങ്ങും ആ ഒരു ഏരിയയിൽ തന്നെ വാഷ്റൂമോ അല്ലെങ്കിൽ കടകളോ ഫുഡ് കഴിക്കാൻ സ്ഥലമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഗേൾസൊക്കെ ഉള്ളത് കൊണ്ടും അർജന്റ് ആയതുകൊണ്ടും നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് തന്നെ നമ്മൾ വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു. ഇതുപോലെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും നമ്മളെ സഹായിക്കും. അപ്പം എല്ലാവരും ഒരുപോലൊന്നും അല്ല കേട്ടോ. ചിലരൊക്കെ നമ്മളോട് ദേഷ്യത്തോടെ സംസാരിക്കാം, പക്ഷെ ചിലരൊക്കെ നമ്മളെ നല്ല രീതിക്ക് സഹായിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോയതേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം കൂടെ ട്രാവൽ ചെയ്തിട്ട് ഒരു ജംഗ്ഷനിലെത്തിയേട്ടാ. എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളായിരുന്നു. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലത്തെ. അയ്യോ, രോഹിത്തിന് ഇതുവരെ ഫുഡ് വന്നില്ല. എങ്ങനെയുണ്ട് ഫുഡ്? ഇവിടെ ഒരാള് പൊറോട്ടയും ചിക്കൻ കറിയുമാണ് പറഞ്ഞത്. മുട്ടക്കറി ഇതുവരെ വന്നില്ല. വെയിറ്റിംഗ്. ഒന്നും ചെയ്യത്തില്ലടി. ഗൈസ്, നമ്മൾ ഇവിടെ നിന്നാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചേട്ടാ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് മുന്നിലോട്ട് വന്നപ്പോൾ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തതല്ല, പോയ വഴിക്ക് ആയതുകൊണ്ട് ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ കയറി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോയത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഓർമ്മയില്ല, നോക്കിയതും ഇല്ലായിരുന്നു. ജസ്റ്റ് വഴി പോയപ്പോൾ കണ്ടുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ. എൻട്രി ഫീ ഉണ്ടായിരുന്നു, ഒരാൾക്ക് 25 രൂപ എന്തോ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഒന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് കയറുകയാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്, സ്റ്റെപ്പ് കയറി ഇറങ്ങണം, അതുപോലെ തന്നെ കയറുകയും വേണം. അപ്പോഴത്തേക്കും നിങ്ങൾ നല്ല രീതിക്ക് ക്ഷീണിക്കുകയും ചെയ്തായിരുന്നു.
അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ വട്ടവടയിലോട്ട് കയറി കേട്ടോ. വട്ടവടയിലോട്ട് കയറിയപ്പോൾ സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് ഒട്ടും തന്നെ ക്ലൈമറ്റ് കിട്ടിയില്ല. ഞങ്ങൾ സീസണിലാണ് പോയത്, പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഒരു 10 ദിവസമായിട്ട് ഇവിടെ ചൂട് തന്നെയാണ്, വെയിൽ തന്നെ, മഴയൊന്നും പെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് വട്ടവടയിലോട്ട് പോയത്. ക്ലൈമറ്റ് നമ്മളെ ചതിച്ചേട്ടാ. എന്തായാലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു വ്യൂ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ, അതായത് വട്ടവടയുടെ എൻട്രി സ്ഥലത്ത് തന്നെ പറയുമല്ലോ, ഒരു 6 കിലോമീറ്ററോളം ഫുൾ ഫോറസ്റ്റ് ആണ്, അതായത് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. സോ നമ്മൾ ആരും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയോ നിർത്തി ഇറങ്ങുകയോ ചെയ്യാൻ പാടില്ലെന്ന് പറയും. സോ അതുപോലെ തന്നെ നമ്മൾ ആരും ഇറങ്ങിയിട്ടില്ലായിരുന്നു. വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അത്യാവശ്യം വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടു തന്നെയായിരുന്നു പോകുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ 3ാമത്തെ ദിവസമാണ് ട്രിപ്പിന്റെ. അപ്പം നമ്മൾ ഇന്ന് 3ാമത്തെ ഡെസ്റ്റിനേഷൻ വട്ടവടയാണ്. അപ്പം വട്ടവട വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറിയാണ്. അപ്പം നമ്മൾ സ്ട്രോബെറി കാണാൻ പോകട്ടെ. സ്ട്രോബെറി പിച്ചെന്ന് ചെയ്യല്ലേ. അങ്ങനെ 3ാമത്തെ ദിവസം ഏകദേശം അവസാനിക്കാറായിട്ടോ. ഉച്ചക്കലത്തെ ഫുഡൊക്കെ നമ്മൾ സെയിം മൂന്നാർ ടൗണിൽ മഹാറാണി ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസം മീൽസ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പോൾ എന്തായാലും തിരിച്ച് വന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ 2 ദിവസത്തെ ക്ഷീണത്തിൽ നമ്മൾ 3ാമത്തെ ദിവസം നല്ല രീതിക്ക് വണ്ടി കിടന്ന് ഉറങ്ങി കേട്ടോ. നീരജും ഉണ്ണിയും കൂടെ മാറ്റി മാറ്റി വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒടുക്കത്തെ ഉറക്കമായിരുന്നു കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക്. വെറും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. ശരിക്കും ഈ യാത്രയിലൂടെ ശരിക്കും അടുത്ത് കേട്ടോ. അത്രത്തോളം നല്ലൊരു ബോണ്ടിങ് നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ആയി. അത് മാത്രമല്ല, നമ്മുടെ ഈ യാത്ര വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ PDF അയച്ചു തരാം. അതായത് ഏകദേശം ഒരു 26,000 സംതിങ് മാത്രമാണ് നമുക്ക് 3 ദിവസത്തെ ട്രാവലിനായത്. അതായത് അക്കോമഡേഷൻ, ഫുഡ്, ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ പെട്രോള്, വണ്ടിയുടെ റെൻറ്റ്, പിന്നെ എൻട്രി ഫീ, അങ്ങനെ
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡിങ് ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് 4400 രൂപ മാത്രമാണ് ആയത്. അതായത് ഒരു 26,000 സംതിങ് ആണ് ടോട്ടൽ എക്സ്പെൻസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പേഴ്സണലി അയച്ചു തരാം. പിന്നെ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.